നിസ്പൃഹ സർവകാമേഭ്യ, സകല കാമനകളിൽ നിന്നും നിസ്പൃഹനായി. പ്രത്യേകിച്ച് പറയണ്ട, അന്യത്ര വിസ്തരിക്കപ്പെട്ടിട്ടുള്ളതാണ്. യുക്ത ഇതി ഉച്യത്തെ, അയാളാണ് യുക്തൻ എന്ന് പറയുക. യഥാ വിനിയതം ചിത്തം വിശേഷേണ നിയതം. വിശേഷേണ നിയതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബാഹ്യ സ്വാധീനങ്ങൾ കൊണ്ട് നിർവഹിക്കപ്പെട്ടതല്ല. സംയതം ഏകാഗ്രതാം ആപന്നം, ഏകാഗ്രതയെ പ്രാപിച്ച. ഏകാഗ്രത എന്ന പ്രയോഗത്തെ സാങ്കേതികമായി അപഗ്രഥിക്കുമ്പോൾ മനസ്സിൻ്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് യോഗശാസ്ത്രത്തിൽ പ്രതിപാദിതമായ കാര്യം അനുബന്ധമായി ചിന്തിക്കാവുന്നതാണ്. ഈ അധ്യായത്തിന് യോഗശാസ്ത്രവുമായി വളരെ ബന്ധമുണ്ട്, പതഞ്ജലി യോഗസിദ്ധാന്തങ്ങളുമായിട്ട്. മനഃപൂർവം അത് ഏറെ എടുത്ത് വിസ്തരിക്കുന്നില്ല, കാരണം അതിനുവേണ്ടി പഠനത്തിന് മുതിരുന്നതാവും നന്നാവുക. അങ്ങനെ അവിടെ പഠിച്ചതിനെ ഈ പാഠങ്ങളുമായിട്ട് അന്വയിച്ചു നോക്കാൻ സാധിക്കണം. ഭഗവത്ഗീത പഠനത്തിൽ മുതിർന്നിരിക്കെ കൂടുതലായിട്ട് ആ പാഠങ്ങൾ കൊണ്ടുവരുന്നത് അത്ര ഉചിതമാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ അധ്യായത്തിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള ആസ്വാദനത്തിന് വേണ്ടി പാതഞ്ജല യോഗസൂത്രങ്ങളും പരിചയപ്പെടുന്നത് നന്നായിരിക്കും. ഇവിടെ ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരോധം എന്ന മനസ്സിൻ്റെ 5 ഭാവങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാം. ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ വിഷയാസക്തമായി ജാഗ്രത അവസ്ഥയിൽ വ്യവഹാരങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന നമ്മുടെയൊക്കെ അവസ്ഥ. മൂഢം എന്ന് പറഞ്ഞാൽ നിദ്രയും ആലസ്യവുമൊക്കെ ബാധിച്ചിരിക്കുന്ന മൂഢാവസ്ഥ. ഇത് ഒരു വ്യാഖ്യാന രീതിയാണ്. മറ്റ് പ്രകാരങ്ങളിലും ഈ അവസ്ഥാന്തരങ്ങളെ വ്യാഖ്യാനിക്കാറുണ്ട്. നമുക്ക് ഒരു പ്രകാരത്തിൽ നോക്കി പോവാം. വിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ധ്യാനം കുറേയൊക്കെ സാധിച്ചിരിക്കുന്നു, പക്ഷേ അത്യാവശ്യം വിഷയചിന്തകളൊക്കെ കടന്നു വരും. ഏകാഗ്രം എന്ന് പറയുന്നത് വിഷയാശാ നിർമുക്തമായ ആത്മ അനുസന്ധാന അവസ്ഥയാകുന്നു. ഇനി നിരോധം എന്ന് പറഞ്ഞാലോ, നിരോധത്തിൽ ധ്യാനിക്കുക എന്ന പ്രക്രിയ പോലും ഇല്ല എന്നർത്ഥം. ധ്യാനിക്കുക എന്നുള്ള പ്രക്രിയ പോലും ഇല്ല. ഇപ്പം ഇവിടെ ഏകാഗ്രതയെക്കുറിച്ചാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. സംയതം ഏകാഗ്രതാം ആപന്നം ചിത്തം, ഏകാഗ്രാവസ്ഥയെ പ്രാപിച്ച ചിത്തം. ഏകാഗ്രാവസ്ഥ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ ബാഹ്യ വിഷയ ഗതിവിഗതികളൊന്നും ഇല്ല, ഒട്ടുമില്ല എന്നും പറയാം. ഹിത്വാ ബാഹ്യചിന്താം, ബാഹ്യവിഷയചിന്തകളൊക്കെ ഉപേക്ഷിതമായി. ആത്മനി ഏവ കേവലേ അവതിഷ്ഠതേ, കേവല ആത്മാവിൽ, ജീവാത്മാ എന്ന പരിമിതിയെ സംബന്ധിക്കുന്ന വ്യാകുലതയും ആകുന്നു. കേവല ആത്മതത്വത്തിൽ, സർവാന്തര്യാമിയായ ആത്മതത്വത്തിൽ സ്വാത്മനി സ്ഥിതിം ലഭതേ ഇത്യർത്ഥ. ആ ആത്മാവിൽ സ്ഥിതി ലഭിക്കുന്നു. സ്ഥിതി എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥ. നിസ്പൃഹ സർവകാമേഭ്യഃ നിർഗതാ ദൃഷ്ടാദൃഷ്ടവിഷയേഭ്യഃ സ്പൃഹാ തൃഷ്ണ യസ്യ യോഗിനഃ സ യുക്തഃ സമാഹിതഃ ഇതി ഉച്യതേ തദാ. തസ്മിൻ കാലേ, ഈ കാര്യങ്ങളൊക്കെ ഇയാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ യോഗി, യുക്തൻ എന്ന് പറയാം. നിസ്പൃഹ എന്ന് പറഞ്ഞാൽ, നിസ്പൃഹ എന്ന് പറഞ്ഞാൽ സ്പൃഹ ഇല്ലാത്ത, സ്പൃഹ ഒട്ടൽ, ആസക്തി അതൊഴിഞ്ഞു. ഏതിൽ? തൃഷ്ണ യസ്യ യോഗിന,
ഏതൊരു യോഗിയിലാണോ അത് സംഭവിക്കുന്നത്. ഏതിലുള്ള തൃഷ്ണ ഒഴിഞ്ഞു? നിർഗത ദൃഷ്ടാദൃഷ്ട വിഷയേഭ്യ സ്പൃഹ. ദൃഷ്ടം എന്ന് പറഞ്ഞാൽ മുന്നിൽ കണ്ടതും അനുഭവിക്കപ്പെട്ടതുമായത്. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ കാണാനിരിക്കുന്നത്, അനുഭവിക്കാനിരിക്കുന്നത്, ഇഹ പര ലോകങ്ങളിലുള്ള എല്ലാറ്റിലും. തൃഷ്ണാരാഹിത്യം. അങ്ങനെ വന്ന യോഗിയെ യുക്തൻ എന്ന് പറയാം. അങ്ങനെ വന്ന സാധകനെ, ഈ ഭാവങ്ങളൊക്കെ വന്ന സാധകനെ യുക്തൻ എന്ന് പറയാം. ബ്രഹ്മവിത് ലക്ഷണേ പരിജ്ഞാതേ മുമുക്ഷുഭിഹി തദാരാധനം തദാശ്രയണം ച കൃത്വാ ജ്ഞാനം മുക്തിശ്ച പ്രാപ്തും ശക്യതേ ഇതി വിസ്പഷ്ടയതി. ഇവിടെ ഒരു യുക്തൻ്റെ അവസ്ഥയെക്കുറിച്ച്, യോഗിയുടെ അവസ്ഥയെക്കുറിച്ച്, ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ എന്തിനു പറയുന്നു? ഉത്തരം: ബ്രഹ്മവിത് ലക്ഷണേ പരിജ്ഞാതേ. ബ്രഹ്മവിത്തിൻ്റെ ലക്ഷണം ഇപ്രകാരമൊക്കെ മനസ്സിലായി കിട്ടിയാൽ, മുമുക്ഷുഭിഹി, മോചനം നേടാൻ ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന നമുക്കെല്ലാവർക്കും, തദാരാധനം തദാശ്രയണം ച കൃത്വ, ഈ ഗുണവിശേഷങ്ങളെയൊക്കെ ആരാധിച്ചും ഈ ഗുരുക്കന്മാരെ, യോഗികളെയൊക്കെ ആശ്രയിച്ചും ജ്ഞാനം മുക്തിശ്ച പ്രാപ്തും ശക്യതേ ഇതി, അവരിൽ നിന്ന് ജ്ഞാനം നേടാനും തദ്വാര മുക്തി സാക്ഷാത്കരിക്കാനും സാധിക്കും. ഇത് വിസ്പഷ്ടയതി, അതുകൊണ്ടാണ് ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത്. കേട്ടില്ലേ? ഇപ്പം ഈ ശ്ലോകങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ആശയത്തെ അവസരോചിതം മനനം ചെയ്യണം. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ പ്രാപിക്കാൻ പറ്റിയോ എന്ന് ചോദിച്ച് വ്യാകുലപ്പെടാതെ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടല്ലോ എന്ന് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ടോ അനുഷ്ഠാന തലത്തിൽ നിർദ്ദേശം കിട്ടിയ പ്രകാരം ചെയ്യാം. കേട്ടില്ലേ? ഇത് നന്നായി ഉറപ്പിച്ചോളൂ. ഇവരെക്കുറിച്ചുള്ള, ഇപ്പോൾ അശോകവനിയിൽ രാവണൻ്റെ അധീനതയിൽ പെട്ടുപോയ സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ വിഷാദം വല്ലാതെ സ്വാധീനിച്ചു. അങ്ങേയറ്റത്തെ ഡിപ്രഷൻ. ആ ഒരു വിഷാദ അവസ്ഥയിൽ ജീവൻ അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. ജീവൻ അവസാനിപ്പിക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ സങ്കേതം വേണ്ടേ? അവിടെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. മരിക്കാൻ പോലും ഒരു സൗകര്യമില്ലല്ലോ എന്ന് വിഷമിച്ചപ്പോഴാണ് ദ്വന്ദ്വസമത്വം സാക്ഷാത്കരിച്ച യോഗീശ്വരന്മാർ എത്ര ധന്യന്മാരാണ് എന്നൊരു ചിന്ത ഉള്ളിലുണർന്നത്. അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് മനസ്സിലാക്കിയതും പിന്നെ ആചരിച്ചു വന്നിട്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള സാധനകളുടെയൊക്കെ ഒരു ഫലം, ശാസ്ത്രജ്ഞാനം അവിടുന്ന് ഇവിടുന്നൊക്കെ ഗ്രഹിച്ചിട്ടുണ്ട്. കുറേ സാധനയനുസരിച്ച് അതുകൊണ്ട് ഒരു തോന്നൽ വന്നു. കേട്ടില്ലേ? അങ്ങനെ അവർ ധന്യന്മാരാണെന്ന് ആലോചിച്ചപ്പോഴേക്ക് വ്യാകുലതയൊക്കെ നല്ലൊരു ശതമാനമാവുന്നു. ഇത് നമുക്ക് സഹായകമാവും. ഒരു യോഗിയുടെ ലക്ഷണം എന്താണ്? ഞാനിങ്ങനെ ഇരിക്കുന്നൊന്നും ആലോചിച്ച് വ്യാകുലപ്പെടണ്ട. എൻ്റെ ഉള്ളിലും ബ്രഹ്മം തന്നെയല്ലേ. ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ആൾ എന്ത് രസം ആലോചിക്കുമ്പോൾ. യഥാ വിനീയതം ചിത്തം ഇങ്ങനെ സമാധിഭാവത്തിൽ ഉറച്ച് ആത്മനിയേവ അവതിഷ്ഠതി. ആള് പുറം ലോകത്തിൽ വ്യവഹരിക്കുമ്പോഴും ശരി, എപ്പോഴും ആത്മാവിൽ തന്നെ സ്ഥിതനാണ്. വാഹ്! നിസ്പൃഹ സർവകാമേഭ്യ, ഒന്നിലൊരു കാമനയില്ല. അതുകൊണ്ട് ആവശ്യങ്ങളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, ഭയമില്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് വേറിട്ട് എന്നത് പോലും തോന്നില്ല. മാത്രമല്ല വലിയൊരു സാന്ത്വനം അനുഭവപ്പെടുകയും ചെയ്യും.
അപ്പം ഇങ്ങനെയുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കി ഓർമ്മിക്കൂ. ഒപ്പം നിർദ്ദേശം ലഭിച്ച പ്രകാരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ തുടരും. അപ്പം എപ്പോഴാണ് ഒരാൾ യുക്തനാവുക എന്ന് ചോദിച്ചാൽ ഈ ശ്ലോകത്തിൽ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലും ചില സൂചനകൾ തരുന്നുണ്ട്. ഏതായാലും ഗുരു ഒരു സർട്ടിഫിക്കറ്റ് തരണം എന്ന് വാശി പിടിക്കരുത്. ഗുരു, ഓ അതെ, ഞാനിപ്പോൾ കുറേ കാലമായല്ലോ അങ്ങയുടെ പിറകെ നടക്കണം, കേൾക്കുകയും പഠിക്കുകയും അത്യാവശ്യം പഠിപ്പിക്കലും തുടങ്ങിയിട്ടുണ്ട്, ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുകയാണ്, ഇപ്പം എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരുമോ? എന്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്? ഇയാൾ എൻ്റെ ശിഷ്യൻ, നിർദ്ദിഷ്ട പ്രകാരത്തിലുള്ള സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത ശേഷം മുക്തനായിരിക്കുന്നു. ആണ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഒരു വിലയില്ല ആളുകൾക്ക്. ഞാൻ ബ്രഹ്മാണെന്നൊക്കെ പറഞ്ഞാൽ താനോ എന്നൊരു ചോദ്യമാണ്. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുക. ഞാൻ മുക്തനായോ സ്വാമി? യഥാ വിനീയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠത്തെ നിസ്പൃഹ സർവകാമേഭ്യ. ഇതൊക്കെ സംഭവിച്ചോ സാധിച്ചോ എന്ന് ചോദിക്കുക. യുക്ത ഇത്യുച്യതേ തഥാ. അപ്പോൾ താൻ യുക്തനായി, മുക്തനായി. എന്താ ഒരു ദൃഷ്ടാന്തം പറയുക എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഒരവസ്ഥയ്ക്ക് പറ്റിയ ഒരു എക്സാമ്പിളേ എന്താ പറയുക? കിട്ടിപ്പോയി. തസ്യ യോഗിനഃ സമാഹിതം യത് ചിത്തം തസ്യ ഉപമാ ഉച്യതേ. ഈ യോഗിയുടെ സമാഹിത ചിത്താവസ്ഥയ്ക്കൊരു ദൃഷ്ടാന്തം. സമാഹിത ചിത്താവസ്ഥ പദപ്രയോഗം മനസ്സിലായില്ലേ? ചിത്തം ആത്മാവിൽ സമാഹിതമാണ്. ആത്മാവിൽ സമാഹിതമാണ് എന്ന് പറഞ്ഞാൽ ഒരു നദി വന്ന് സമുദ്രത്തിൽ ലയിച്ചതുപോലെ വേറിട്ടിരിക്കില്ല കേട്ടോ. അങ്ങനെ ഒരാളുടെ ഒരു ലക്ഷണം പറയാം, എന്തെങ്കിലും ഒരു ഉപമ. തസ്യ ഉപമാ ഉച്യതേ. ഒരു ഉപമ പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ, 19ാമത്തെ ശ്ലോകത്തിൽ. യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപോ നിവാതസ്ഥഃ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ.